നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പിള്ളിയിൽ പുതിയ RRT രൂപീകരിക്കും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ശക്തമായ മഴയിലും കാറ്റിലും വരന്തരപ്പള്ളി നൂറുകുളത്ത് തെങ്ങ് കടപുഴകി വീണത് റോഡിനു കുറുകെ വൈദ്യുതി ലൈനിലേക്ക്. മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. കൊടുങ്ങയിൽ റോഡരികിലെ കാന വൃത്തിയാക്കാത്തതും വെള്ളം ഒഴുകിപ്പോകാൻ പര്യാപ്തമായ തരത്തിൽ കാന നിർമ്മാണം പൂർത്തിയാക്കാത്തതും ജനങ്ങൾക്ക് ദുരിതമാകുന്നു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ HMC ജീവനക്കാർ പതാക ദിനം ആചരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തി. ജൂൺ 3 വരെ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാർത്തകൾ വിശദമായി. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള പാലപ്പിള്ളിയിൽ പുതിയ RRT രൂപീകരിക്കുമെന്ന് KK രാമേന്ദ്രൻ MLA അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മനുഷ്യ വന്യജീവി സംഘർഷം ഏറെ കൂടുതലുള്ള പ്രദേശമാണ് പാലപ്പിള്ളി. 2 വർഷത്തിനിടെ 6 മനുഷ്യജീവനുകളാണ് ഈ മേഖലയിൽ നഷ്ടപ്പെട്ടത്. അടിക്കടിയുള്ള മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി RRT അനുവദിക്കണമെന്ന് KK രാമേന്ദ്രൻ MLA ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ നടത്തിപ്പിനായി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഡ്രൈവർ എന്നിവരുടെ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നെന്മാറ ഡിവിഷനിൽ കൊല്ലങ്കോട്, നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ കരുവാരക്കുണ്ട്, നോർത്ത് വയനാട് ഡിവിഷനിൽ മാനന്തവാടി, തിരുവനന്തപുരം ഡിവിഷനിൽ പാലോട്, പുനലൂർ ഡിവിഷനിൽ തെന്മല, കോട്ടയം ഡിവിഷനിൽ വണ്ടൻപാതാൽ, മാങ്കുളം ഡിവിഷനിൽ കടലാർ, കോതമംഗലം ഡിവിഷനിൽ കോതമംഗലം എന്നിവിടങ്ങളിലുമാണ് മറ്റു പുതുതായി രൂപീകരിക്കുന്ന RRTകൾ. ശക്തമായ മഴയിലും കാറ്റിലും വരന്തരപ്പള്ളി നൂറുകുളത്ത് തെങ്ങ് കടപുഴകി വീണത് റോഡിനു കുറുകെ വൈദ്യുതി ലൈനിലേക്ക്. മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. കഴിഞ്ഞ രാത്രി പെട്രോൾ പമ്പിന് സമീപമായിരുന്നു സംഭവം. വീട്ടുവളപ്പിൽ നിന്നിരുന്ന തെങ്ങ് വൈദ്യുത ലൈനിലേക്ക് വീണതോടെ വൈദ്യുത പോസ്റ്റിലെ കമ്പികളും 4 ലൈൻ ക്രോസും പിൻ ഇൻസുലേറ്ററും തകർന്നു. ഈ സമയത്ത് വാഹനങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത വിധത്തിൽ തെങ്ങ് വീണതിനാൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് തെങ്ങിന്റെ ഉടമ മരം മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഓവർസിയർ ഷമീർ, ലൈൻമാൻമാരായ മനോജ്, പ്രദീപ്, പ്രഗീൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വൈദ്യുത പോസ്റ്റിലെ തകരാർ പരിഹരിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ റോഡരികിലെ കാന വൃത്തിയാക്കാത്തതും വെള്ളം ഒഴുകിപ്പോകാൻ പര്യാപ്തമായ തരത്തിൽ കാന നിർമ്മാണം പൂർത്തിയാക്കാത്തതും ജനങ്ങൾക്ക് ദുരിതമാകുന്നു. പുല്ലുമൂടിക്കിടക്കുന്ന കാനയിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതിനാൽ കനത്ത മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്നതാണ് പ്രശ്നമാകുന്നത്. കൊടുങ്ങ ആശാൻപടി ജംഗ്ഷൻ മുതൽ പള്ളി പരിസരം വരെ റോഡിന്റെ ഒരു ഭാഗത്ത് കാന നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മണ്ണും പുല്ലും നിറഞ്ഞ് കാന മൂടപ്പെട്ട നിലയിലാണ്. ഇതുമൂലം റോഡിൽ വീഴുന്ന മഴവെള്ളം ശരിയായി ഒഴുകിപ്പോകുന്നില്ല. ചില വീടുകൾക്ക് മുന്നിൽ കാനയിൽ വെള്ളം നിൽക്കുന്നതും ദുരിതമാകുന്നുണ്ട്. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക കാരണം കൊണ്ട്, അതായത് 365 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനുള്ളതില്ല. നല്ല പോലെ കൊതുകിൻ്റെ ശല്യമാണ്. കാന 2 ഭാഗത്തും വഴിയാണ് കാനയുടെ. അത് കാരണം കൊണ്ട് നടുക്ക് ഈ വെള്ളം ഇവിടെ കിടക്കുകയുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും വഴിയാണ്. വഴിനെ ഒന്നും ചെയ്തിട്ടില്ല. വഴിയിൽ നിന്ന് കാന ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ആ കാനയുടെ വെള്ളം കെട്ടി കിടക്കുന്നു. കാന നിർമ്മാണം അപൂർണമായതിനാലാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനിടയാകുന്നത്. കൊടുങ്ങ പള്ളിക്ക് സമീപം വരെയാണ് ഇവിടെ കാന നിർമ്മിച്ചിട്ടുള്ളത്. ഏതാനും മീറ്ററുകൾ കൂടി കാന നീട്ടി നിർമ്മിച്ചാൽ മഴവെള്ളം തോട്ടിലേക്ക് ഒഴുക്കി വിടാനാകുമെങ്കിലും ഇതിനുള്ള നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരിസരവാസികളുടെ പരാതി. മഴക്കാലത്തും വേനൽക്കാലത്തും ഇവിടെ കാനയിൽ ഒരുപോലെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. കുടിവെള്ള പൈപ്പ് ചോർന്നൊഴുകിയാണ് വേനൽക്കാലത്ത് കാനയിൽ വെള്ളം കെട്ടി നിൽക്കാറുള്ളത്. റോഡിന്റെ ഇരുവശത്തും കാനകൾ നിർമ്മിക്കുകയും മണ്ണും പുല്ലും നീക്കി വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കുകയും ചെയ്താൽ ഇവിടുത്തെ ദുരിതത്തിന് പരിഹാരം കാണാനാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ HMC ജീവനക്കാർ പതാക ദിനം ആചരിച്ചു.
HMC ലേബേഴ്സ് യൂണിയൻ പ്രസിഡന്റ് CN വിദ്യാധരൻ പതാക ഉയർത്തി. ഭാരവാഹികളായ VS സാഗർ, TS സവിത എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ പരിപാടികളൊന്നും തന്നെ കേന്ദ്ര സർക്കാർ നടത്താതെ മുന്നോട്ട് പോവുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വിറ്റുതുളച്ചുകൊണ്ട് രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ദേശസൽകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ വിറ്റുതുളച്ചുകൊണ്ട് തലോർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നന്മണിക്കര, തൃക്കൂർ മേഖലയിലെ 7 വിദ്യാലയങ്ങളിലെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ചെറുവാളിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K സത്യവ്രതൻ അധ്യക്ഷനായി. സെക്രട്ടറി ഷാജു കുമാർ, അംഗങ്ങളായ CV സന്തോഷ്, സന്തോഷ് കുമാർ എടശ്ശേരി, ശ്യാമ സുരേഷ്, PC കാർത്തികേയൻ, MK മുരളി, സുജ ആന്റണി, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ KA സുരേഷ്, KA അനിൽകുമാർ, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ കപിൽ രാജ്, നെന്മണിക്കര പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി ചെറിയാലത്ത്, ട്രീസ ബാബു എന്നിവർ സന്നിഹിതരായി. 700 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് ALP സ്കൂളിന് അനുവദിച്ച പുതിയ പാചകപ്പുരയുടെയും ഭക്ഷണമുറിയുടെയും നിർമ്മാണോദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ രജിത രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുമിത ഗിരീഷ്, പ്രധാനാധ്യാപിക PM ലിഷ്യ, അധ്യാപിക TR സൂര്യ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ചെയർമാനും പ്രധാനാധ്യാപിക PM ലിഷ്യ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 7-നാണ് പുതിയ പാചകപ്പുരയുടെയും ഭക്ഷണമുറിയുടെയും നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിക്കുന്നത്. എല്ലാവരും ഈ സംരംഭത്തിലൂടെ എല്ലാവരും സഹായ സഹകരണങ്ങൾ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ചെലവഴിക്കുന്ന ആ ഒരു പരിസരവും അതൊക്കെ നന്നായി ഇരിക്കണമെന്നാവും എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഉത്സാഹിച്ച് നമ്മുടെ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഡ്യൂട്ടിക്കിടയിലെ വിശ്രമവേളകൾ വിജ്ഞാനപരമാക്കാൻ തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന് സ്വന്തമായി ലൈബ്രറിയായി. തൃശൂർ ട്രാഫിക് സ്റ്റേഷനിലെ വിശ്രമമുറിയിലാണ് ലൈബ്രറി സജ്ജമാക്കിയത്. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. ലാവിൻ എഡ്യൂവേൾഡ്, AIB, MR, PT ആഡ്സ് എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത സഹകരണത്തോടെയാണ് ലൈബ്രറി യാഥാർത്ഥ്യമാക്കിയത്. കൂടാതെ വെയിലത്തും മഴയത്തും ട്രാഫിക് ഡ്യൂട്ടി നിർവഹിക്കുന്ന പോലീസുകാർക്കായി ലാവിൻ എഡ്യൂവേൾഡും PT ആഡ്സും ചേർന്ന് കുടകളും നൽകി. ലാവിൻ എഡ്യൂവേൾഡ് CEO ലയ ആൻഡോ, PT ആഡ്സ് ചെയർമാൻ യാസർ പുത്തിയെടുത്ത് എന്നിവർ കുടകൾ കൈമാറി. സിറ്റി ട്രാഫിക് SI ന്യൂമാൻ അധ്യക്ഷത വഹിച്ചു. ഷാജിത യാസർ, PT വിനു, വിനിൻ വിൻസി, അഡ്വക്കേറ്റ് ബാലമുരുകൻ, സാദിഖ്, അഹമ്മദ്, ഉനൈസ് എന്നിവർ സന്നിഹിതരായി. സ്കൂൾ വിദ്യാഭ്യാസത്തിനായി പോകുന്ന ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിലെ കുരുന്നുകൾക്ക് നൽകിയ യാത്രയപ്പ് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. മോണിറ്ററി കമ്മിറ്റി അംഗം KM അരവിന്ദാഷൻ അധ്യക്ഷനായിരുന്നു. വർക്കർ KK അംബിക, ഹെൽപ്പർ UA ഷൈനി, രതി, അഞ്ജു ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. കോടാലി ശ്രീ ഗുരുദേവ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10-ന് കോടാലിയിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിന്റെ ഭാഗമായി ചികിത്സ സഹായ വിതരണം, പഠനോപകരണ വിതരണം, അനുമോദനം എന്നിവ നടക്കും. സംസ്ഥാനത്ത് കാലവർഷമെത്തി. ജൂൺ 3 വരെ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. അടുത്ത ഒരാഴ്ച ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 6670 രൂപയായി. ഒരു പവൻ സ്വർണത്തിന് വില 53,360 രൂപയുമായി. ഈ ആഴ്ച മാത്രം സ്വർണ്ണവിലയിൽ ഗ്രാമിന് 60 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച ഗ്രാമിന് 25 രൂപയും ചൊവ്വാഴ്ച 20 രൂപയും ബുധനാഴ്ച വീണ്ടും 25 രൂപയും വർദ്ധിച്ചിരുന്നു. വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയ ശേഷം 3 ദിവസവും വിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. അതിനുശേഷം തിങ്കളാഴ്ചയാണ് നേരിയ വർധന രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച പവന് 200 രൂപയുടെ വർധനവുണ്ടായിരുന്നു. 53,320 രൂപയിലായിരുന്നു വ്യാപാരം നടന്നത്.
കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. മുപ്ലിയം ഗവൺമെന്റ് സ്കൂളിൽ LPST, UPST, HST ഹിന്ദി, FTM എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 1 രാവിലെ 10 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഫോൺ 0480278005. നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിൽ LP അധ്യാപക ഒഴിവിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. PSC നിർദ്ദേശിച്ചിട്ടുള്ള പ്രായം, വിദ്യാഭ്യാസ യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ചൊവ്വാഴ്ച രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഫോൺ 9567275697. കോടാലി GLP സ്കൂളിൽ LPSA ജൂനിയർ അറബിക് അധ്യാപക ഒഴിവുണ്ട്. LPSA ഒഴിവിലേക്ക് ശനിയാഴ്ച രാവിലെ 10:30 അറബിക് ടീച്ചറുടെ ഒഴിവിലേക്ക് 11:30 കൂടിക്കാഴ്ച നടക്കും. ഫോൺ 8086121676. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ പ്രൈമറി അധ്യാപക ഒഴിവിലേക്ക് വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ് സഹിതം അന്നേ ദിവസം രാവിലെ 10 ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ഫോൺ 7907237554. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപയും പവന് 53,360 രൂപയും രേഖപ്പെടുത്തി. നരിപ്പറ്റ വാര്യത്ത് തങ്കം വാരസ്യാർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 നരിപ്പറ്റ വാര്യത്ത് നടക്കും. നരിപ്പറ്റ ശിവക്ഷേത്രം, കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രം, വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രം, ഉഴലൂർ കാർത്യായനി ക്ഷേത്രം എന്നിവിടങ്ങളിൽ 8 ദശാബ്ദങ്ങളിലേറെ കഴകക്കാരി എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തങ്കം വാരസ്യാരുടെ സേവനങ്ങൾക്ക് അംഗീകാരമായി സമസ്ത കേരള വാര്യർ സമാജം തലോർ യൂണിറ്റ് 2023-24 പ്രവർത്തന വർഷത്തെ കഴകശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. നരിപ്പറ്റ വാര്യത്ത് മാധവി വാരസ്യാരുടെയും നന്ദിക്കര വാര്യത്ത് അച്യുത വാര്യരുടെയും മകളും പരേതനായ കല്ലൂർ വാര്യത്ത് ശങ്കര വാര്യരുടെ പത്നിയുമാണ്. രമേശൻ, സുരേശൻ, സുനിത എന്നിവർ മക്കളും രമ രമേശൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ രണ്ടാങ്കല്ല് മഞ്ഞളി ഷാജു അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബീനയാണ് ഭാര്യ. നിഷ, ഷനിൽ എന്നിവർ മക്കളും സിനോയ് മരുമകനുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് ചിരിയങ്കണ്ടത്ത് തുലാപ്പറമ്പിൽ പൈലൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഡേവിസ്, ആന്റണി, ജോർജ്, മേഴ്സി, റോസിലി, സിസ്റ്റർ സുമി പോൾ എന്നിവർ മക്കളും ലിസി, മേഴ്സി, അൽഫോൺസ, പോൾ, ജോൺസൺ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളിയിൽ പുതിയ RRT രൂപീകരിക്കും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ശക്തമായ മഴയിലും കാറ്റിലും വരന്തരപ്പള്ളി നൂറുകുളത്ത് തെങ്ങ് കടപുഴകി വീണത് റോഡിനു കുറുകെ വൈദ്യുതി ലൈനിലേക്ക്. മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. കൊടുങ്ങയിൽ റോഡരികിലെ കാന വൃത്തിയാക്കാത്തതും വെള്ളം ഒഴുകിപ്പോകാൻ പര്യാപ്തമായ തരത്തിൽ കാന നിർമ്മാണം പൂർത്തിയാക്കാത്തതും ജനങ്ങൾക്ക് ദുരിതമാകുന്നു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ HMC ജീവനക്കാർ പതാക ദിനം ആചരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തി. ജൂൺ 3 വരെ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.